ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എക്സാം പോയിന്റ്. ഇന്ന് +1 ഫിസിക്സിലെ 3rd ചാപ്റ്ററാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിലെ തിയറിയും അതിൻ്റെ ന്യൂമറിക്കൽസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാനും അത് മനസ്സിലാക്കി പഠിച്ചു അല്ലേ? സോ 3rd ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. മോഷൻ ഇൻ എ പ്ലെയിൻ, പ്രതലത്തിലെ ചലനം. സ്റ്റാർട്ട് ചെയ്താലോ? നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് വെക്ടേഴ്സിനെ കുറിച്ചാണ്. വെക്ടേഴ്സിന്റെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കും. അതോടൊപ്പം തന്നെ പ്രൊജക്ടൈൽ മോഷനെ കുറിച്ചും യൂണിഫോം സർക്കിൾ മോഷനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ 2 ഡിഫറെന്റ് കാറ്റഗറീസ് ആണ്. ഓൾറെഡി നിങ്ങൾക്ക് ഇത് അറിയാം അല്ലെ? ആദ്യത്തേതാണ് സ്കെയിലർ ക്വാണ്ടിറ്റീസ് അഥവാ സദിശകൾ. എന്താണ് സദിശകൾ? യെസ്, they are the physical quantities that have only magnitude and no direction. അതിന്റെ ദിശ ഇല്ല അല്ലെ? ദിശ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, ദിശ നമുക്ക് അതിന് കണക്കാക്കാൻ സാധിക്കില്ല. പിന്നെ എന്തു മാത്രമേ ഉള്ളൂ? അത്തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ മാഗ്നിറ്റ്യൂഡ്, അതിന്റെ വലിപ്പം, അത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ ആർ കോൾഡ് സ്കെയിലർ ക്വാണ്ടിറ്റീസ്. ഇതിന്റെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ഇതിന് മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചു അല്ലെ? ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കാം. കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞേ. യെസ്, മാസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ സ്കെയിലർ ക്വാണ്ടിറ്റി. അതുപോലെ ലെങ്ത്, ടൈം, വോളിയം, സ്പീഡ്, വർക്ക്, ഇതെല്ലാം സ്കെയിലർ ക്വാണ്ടിറ്റീസിന്റെ കുറച്ച് ഉദാഹരണങ്ങളാണ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തരും, അതിൽ നിന്നും ഏതെല്ലാമാണ് സ്കെയിലർ ക്വാണ്ടിറ്റി എന്നും ഏതെല്ലാമാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്നും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ടോ എന്ന് മാത്രം നോക്കുക. മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂവെങ്കിൽ അത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വെക്റ്റർ ക്വാണ്ടിറ്റീസ്? അതിശകൾ. ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ? എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്? ദേ ആർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷൻ, അതിന്റെ ദിശയും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഈ ഒരു ഡെഫിനിഷനോട് ചേർത്ത് വെക്കുന്ന ഒരു പോയിന്റ് കൂടെ ഉണ്ട്. അതാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസിന് ലോസ് ഓഫ് വെക്റ്റർ ഓൾജിബ്രയെ ഒബൈ ചെയ്യുന്നു. സോ എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് ചോദിക്കുമ്പോൾ ഇനി നമ്മൾ ദേ ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പിന്നെ ഒരു പോയിന്റ് കൂടെ അതോടൊപ്പം തന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതെന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഒബൈ ദ ലോസ് ഓഫ് വെക്റ്റർ ഓൾജിബ്ര. ക്ലിയർ ആണല്ലോ? ഈ ലോസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ കാണും. ഓക്കെ, സോ പ്രധാനപ്പെട്ട വെക്റ്റർ ക്വാണ്ടിറ്റീസിന് ഉദാഹരണങ്ങളാണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെ? നിങ്ങൾ സ്ഥാനാന്തരത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, മൊമെന്റം, ഇമ്പൾസ്, ടോർക്ക്, ഇതെല്ലാം തന്നെ വെക്റ്റർ ക്വാണ്ടിറ്റീസിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് ക്ലിയർ ആയില്ലേ? നമ്മൾ ഈ ചാപ്റ്ററിൽ ഇനി കൂടുതലായിട്ട് കാണാൻ പോകുന്നത് വെക്ടേഴ്സിനെ കുറിച്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമായി എന്താണ് വെക്റ്റർ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എല്ലാവർക്കും മനസ്സിലായല്ലോ വെക്റ്റർ ക്വാണ്ടിറ്റി അഥവാ വെക്റ്റർ എന്താണെന്ന്? നമുക്കിനി പുതിയ ടോപ്പിക്കിലേക്ക് പോകാം. അതിനു മുൻപ് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്ലാസിഫൈ into scalars and vectors. നമുക്കിവിടെ 4 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതെല്ലാമാണ് സ്കെയിലേഴ്സ് എന്നും ഏതെല്ലാമാണ് വെക്റ്റർ എന്നും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് ഫ്രീക്വൻസി. നമുക്കറിയാം ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ? സോ അതുകൊണ്ട് തന്നെ അവിടെ ഡയറക്ഷൻ ഒന്നും സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഇറ്റ് ഈസ് സെഡ് ടു ബി എ സ്കെയിലർ quantity. Coming to the second one, velocity gradient. Velocity gradient എന്ത് തന്നെയാണ്? അതും ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, എന്നാൽ വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് അത് സ്കെയിലർ ക്വാണ്ടിറ്റി ആണ് എന്ന് മനസ്സിലാക്കുക.
Coming to the third one, instantaneous velocity. എന്താണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി? ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ എന്താണോ ആ ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി, ദാറ്റ് ഇസ് ടേംഡ് ആസ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. നമുക്കതിനെ dv/dt എന്ന് പറയാം അല്ലേ? സോ അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ സ്പെസിഫൈഡ് അല്ലേ? യെസ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഏരിയ. ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരു വസ്തുവിൻ്റെ ആണെങ്കിലും ലെങ്ത് ബ്രെഡ്ത്ത് ഒക്കെ വെച്ച് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ? സോ ഏരിയ എന്ന് പറയുന്നതിന് നമുക്കൊരു വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയണം, കാരണം അതിന്റെ ഡയറക്ഷൻ നമ്മൾ കാണുന്നുണ്ട്. സോ ഏരിയ ഇസ് സെഡ് ടു ബി എ വെക്റ്റർ ക്വാണ്ടിറ്റി. ക്ലിയർ ആണല്ലോ ഈ ഒരു ക്വസ്റ്റ്യൻ? മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഈ ഒരു ചാപ്റ്ററിന്റെ കഥ നമ്മൾ ആരംഭിക്കാൻ പോവാണ് അല്ലേ? നമ്മൾ വെക്ടറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോ ആദ്യമേ തന്നെ എങ്ങനെയാണ് ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും കാർട്ടൂൺസ് ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ? ഒരു 17 ഇയേഴ്സ് ഒക്കെ ആയെങ്കിലും നിങ്ങൾ ചെറിയ ടൈമിലൊക്കെ അല്ലേ, 7th 6th പഠിക്കുന്നവരെയൊക്കെ ചിലപ്പോൾ കണ്ടു കാണും അല്ലേ? ലുട്ടാപ്പി അറിയാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. എല്ലാവരും ഒരു തവണയെങ്കിലും ആ കാർട്ടൂണിലെ ഈ ഒരു ക്യാരക്ടറിനെ കണ്ടു കാണും. സോ എങ്ങനെയാണ് നിങ്ങൾ ഈ ലുട്ടാപ്പി പോകുന്നത് കണ്ടിട്ടുള്ളത്? യെസ്, ഒരു കുന്തത്തിന്റെ പുറത്താണ് അല്ലേ? ഇതുപോലെ ഒരു കുന്തത്തിന്റെ പുറത്താണ് എപ്പോഴും ലുട്ടാപ്പി ട്രാവൽ ചെയ്യുന്നത് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. സോ വെൻ യു തിങ്ക് അബൌട്ട് വെക്ടർ, തിങ്ക് അബൌട്ട് ദിസ് ക്യാരക്ടർ സോ ദാറ്റ് വെക്ടർ വിൽ ബി വെരി ഈസി ഫോർ യു. എന്തായാലും ഒരിക്കലും നിങ്ങൾ മറന്നു പോകില്ല. ഓക്കെ, സോ ലുട്ടാപ്പിയുടെ ഒരു കുന്തായിട്ട് നമുക്ക് ഇതിനൊന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് ഒരു വെക്ടർ ആണ്. നമ്മൾ അതിനെ ഈ ഒരു ക്യാരക്ടറായിട്ട് നമ്മളൊന്ന് സിമിലാരിറ്റി നമ്മളൊന്ന് വെക്കുകയാണ്. സോ വെക്ടർ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആൻ ആരോ ഹെഡ് അറ്റ് വൺ എൻഡ് അല്ലേ? ഇതിന്റെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾക്ക് കാണാം, അതിന്റെ എൻഡിൽ എന്തുണ്ട്? ഒരു ആരോ ഹെഡ് ഉണ്ട്. ദിസ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആൻ ആരോ ഹെഡ്. സോ ഇവിടെ നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈനും അതുപോലെ ആരോ ഹെഡും രണ്ടിനും ഒരു പ്രത്യേക അർത്ഥങ്ങളുണ്ട് അല്ലേ? എന്തായിരിക്കും ആ സ്ട്രെയിറ്റ് ലൈൻ കാണിക്കുന്നത്? ആ സ്ട്രെയിറ്റ് ലൈനിന്റെ നീളം റെപ്രസെന്റ് ചെയ്യുന്നത് ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിനെ ആയിരിക്കും. അതായത് വെക്ടറിന്റെ വലിപ്പത്തെയാണ് ഈ ലെങ്ത് ഓഫ് ദ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ലെങ്ത് ഓഫ് ദ ലൈൻ റെപ്രസെന്റ്സ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ. അപ്പൊ നീളം കൂടുതലാണെങ്കിൽ ആ ഒരു വെക്ടറിന്റെ വലിപ്പം കൂടുതലല്ലേ? ക്ലിയർ ആയല്ലോ? യെസ്. ഇനി എന്തായിരിക്കും ഈ ആരോ ഹെഡ് കാണിക്കുന്നത്? ആരോ ഹെഡ് ഗീവ്സ് ഇറ്റ്സ് ഡയറക്ഷൻ. കണ്ടോ, ആരോ ഹെഡ് കാണിക്കുന്നത് ഡയറക്ഷൻ ആണ്. ലുട്ടാപ്പി ഇപ്പൊ റൈറ്റ് സൈഡിലേക്കാ പോകുന്നതെങ്കിൽ നമുക്ക് അറിയാം അല്ലേ, ആ ആരോ ഹെഡ് എവിടെയാന്ന് നോക്കിയാൽ മതി. എന്ന് പറയുന്നത് പോലെ തന്നെ വെക്ടറിന്റെ കേസിലും സെയിം എഫക്റ്റ് ആണ്. അതിന്റെ നീളം കൂടുതലാണ് എങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വെക്ടർ വിൽ ബി bigger and the arrowhead gives its direction. സോ എന്താണ് വെക്ടർ, അതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലെ? നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. പൊസിഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. നമുക്ക് പൊസിഷൻ വെക്ടർ വരയ്ക്കാനും ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ വരയ്ക്കാനും പഠിക്കണം. ആദ്യമേ എന്താണ് പൊസിഷൻ വെക്ടർ എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ നമ്മളിവിടെ XY ആക്സിസ്, അതായത് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് ഇൻ XY പ്ലെയിൻ. Consider an object moving in an XY plane and O is marked as origin here. നമുക്കിവിടെ XY പ്ലെയിൻ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്. O എന്ന് പറയുന്നത് അതിന്റെ ഒറിജിൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം OP എന്ന് പറയുന്നത് അല്ലേ? ഈ ഡയറക്ഷൻ നമുക്ക് കാണാം. ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ആണ് നമുക്കിവിടെ OP എന്ന് പറയുന്നത്. ഓക്കെ, now so that is the position vector. OP shows the direction of a vector. മനസ്സിലായല്ലോ? സോ ദാറ്റ് ഈസ് അബൌട്ട് പൊസിഷൻ വെക്ടർ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ്. സോ ഇത് കണ്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് മുന്നേ ഈ പൊസിഷൻ വെക്ടർ വരയ്ക്കുമ്പോൾ നമ്മൾ അതിന് എങ്ങനെയാ പേര് കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയണം അല്ലേ? സോ നമ്മളിവിടെ കാണുന്നത് OP ആണ് വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ OP എന്ന് പറഞ്ഞ വെക്ടറിന് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാൻ പോകുന്നത്? യെസ്, ഈ OP നമ്മൾ എഴുതുന്നു, അതിന്റെ മുകളിലായിട്ട് നമ്മളൊരു ആരോ ഹെഡ് കാണിക്കണം അല്ലെ? വി വിൽ ഡ്രോ ദ റെപ്രസെന്റേഷൻ ഓഫ് വെക്ടർ.
അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓയുടെ മേളിൽ നിന്നാണ് ആ ലൈൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുപോലെ പിയുടെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ഡ്രോ ദ ഹെഡ്. സോ ഏത് ഡയറക്ഷനിലേക്കാണോ നമ്മൾ ആ ആരോ ഹെഡ് വരയ്ക്കുന്നത്, ദാറ്റ് വിൽ ഷോ ദ direction and this length will give you the magnitude. അത് കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. സോ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഈ ഒ പി എന്ന് പറയുന്ന വെക്ടറിന് എ എന്നൊരു പേരാണ് കൊടുക്കുന്നത് വിചാരിക്കുക. കൺസിഡർ ഇറ്റ് ആസ് വെക്ടർ എ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? വെക്ടർ ഒ പി ഇസ് ഈക്വൽ ടു വെക്ടർ എ. അതിന് നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. ഒ പി എന്ന് പറഞ്ഞ വെക്ടർ ആണ് എന്ത്? എ എന്ന് പറയുന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് above the letter you should represent the vector sign having a straight line with the head. Straight line will give you the magnitude, അതായത് വലിപ്പം, ആ ഒരു വെക്ടറിന്റെ വലിപ്പത്തെ കാണിക്കും. and arrow head will give you the representation for its direction. അപ്പോൾ എല്ലാവർക്കും ഇനി പൊസിഷൻ വെക്ടർ വരയ്ക്കാനായിട്ട് ക്ലിയർ ആയി കാണുമല്ലോ. ഒരു പൊസിഷൻ വെക്ടർ നിങ്ങൾ വരച്ചൊന്ന് ചെയ്ത് നോക്കണം. അത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് അറിയണം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് XY പ്ലെയിനിലാണ്. ഓയിൽ നിന്ന് പിയിലേക്കാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്തത്. സോ ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ വെക്ടർ എ എന്ന് പറഞ്ഞിവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഡീറ്റെയിൽസ് നോക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിനെ കുറിച്ചിട്ടാണ്. നോക്കാം. സ്റ്റുഡൻസ്, കൺസിഡർ ദ മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ എ പ്ലെയിൻ. ഇവിടെ നമുക്ക് XY പ്ലെയിൻ ആണ് തന്നിട്ടുള്ളത്. സോ വി ആർ കൺസിഡറിങ് എൻ ഒബ്ജക്റ്റ് മൂവിങ് ഇൻ ദിസ് പ്ലെയിൻ. ഇവിടെ let P be the position of an object. Let P be the position of an object at time t. Okay? ഒബ്ജക്റ്റിന്റെ പൊസിഷൻ P ആണ് ടൈം t ആയിരിക്കുമ്പോൾ. And let this P dash be the position of an object at time t dash. അപ്പോൾ ടൈം t കഴിഞ്ഞപ്പോഴാണ് ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത് P എന്ന് പറയുന്ന പോയിന്റിലെത്തിയത്. അതുപോലെ അതിൽ നിന്നും ടൈം മാറി ടി ഡാഷ് ആയപ്പോഴേക്കും ആ പൊസിഷൻ എന്തിലേക്ക് മാറി? പി ഡാഷിലേക്ക് മാറി. ക്ലിയർ ആണല്ലോ അത്രയും? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പൊസിഷൻ വെക്ടേഴ്സ് ഏതൊക്കെയാണ്? അറ്റ് ടൈം ടി ദ പൊസിഷൻ വെക്ടർ വിൽ ബി ഒ പി. ഒ പി വിൽ ബി ദ പൊസിഷൻ വെക്ടർ അറ്റ് ടൈം ടി ആൻഡ് ഒ പി ഡാഷ് വിൽ ബി ദ പൊസിഷൻ വെക്ടർ അറ്റ് ടൈം ടി ഡാഷ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ ഫൈനൽ പൊസിഷൻ. അതിന്റെ കറസ്പോണ്ടിങ് ടൈം ഇന്റർവൽ മിസ് പറഞ്ഞു അല്ലെ? ഈ ഒ പി എന്ന് പറയുന്നത് എപ്പോഴാണ് വന്നത്? അറ്റ് ടൈം ടി ആൻഡ് ഒ പി ഡാഷ് ഇസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ മൂവിംഗ് ഒബ്ജക്ട് അറ്റ് ടൈം ടി ഡാഷ്. ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ദ ഫൈനൽ പൊസിഷൻ. അപ്പൊ നമുക്ക് ഇനീഷ്യൽ പൊസിഷൻ ആണ് ഒ പി എന്ന് പറയുന്ന വെക്ടർ, ഫൈനൽ പൊസിഷൻ ആണ് എന്ത്? ഒ പി ഡാഷ് എന്ന് പറയുന്ന വെക്ടർ അല്ലെ? സോ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഹിയർ? നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ് അല്ലെ? സോ എന്തായിരിക്കും ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുന്നത്? യെസ്, ഇറ്റ് വിൽ ബി the position, sorry, the displacement vector will be the p dash. Okay, so ഇവിടെ p dash ആണ് displacement vector എന്ന് പറയുന്നത്. And it corresponds to the motion of the object in the time interval t dash. അതായത് t എന്ന് പറഞ്ഞ ടൈമിൽ തുടങ്ങി t dash എന്ന് പറഞ്ഞ ടൈമിൽ മോഷൻ നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ് എന്ത്? ഈ പി ഡാഷ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? കൺസെപ്റ്റ് മനസ്സിലായില്ലേ? സോ ഡിസ്റ്റൻസ് അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ രണ്ടും വരയ്ക്കാനായിട്ട് നിങ്ങൾ പഠിച്ചു അല്ലെ? നമ്മൾ ആദ്യം കണ്ടത് എന്താണ്? ഡിസ്റ്റൻസ് വെക്ടർ വരയ്ക്കാനാണ്, അതായത് പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ ഒ പി ആണ് പൊസിഷൻ വെക്ടർ. അത് നമ്മൾ എ എന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഒ പി എന്ന് പറഞ്ഞ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ ഒ പി വിൽ ബി ഒ പി. ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണിക്കുന്നത്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് അതിന്റെ വലുപ്പം മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഈ ഒരു റെപ്രസെന്റേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് വെക്ടേഴ്സും, അതായത് പൊസിഷൻ വെക്ടർ വരയ്ക്കാനും ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ വരയ്ക്കാനും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രണ്ടും വരച്ചു നോക്കണം. ആ ഡിഫറൻസസ് എങ്ങനെയാണ് ഇത് വരച്ച് നമ്മൾ ചെയ്യുന്നത് കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഈക്വാളിറ്റി ഓഫ് വെക്ടേഴ്സ്, അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്.
രണ്ട് വെക്ടേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വെക്ടർ എ ആണ് ആദ്യത്തേത്, രണ്ടാമത് കാണിച്ചിരിക്കുന്നതാണ് വെക്ടർ ബി. നിങ്ങൾ ഈ ഒരു പിക്ചറിലേക്ക് നോക്കിയേ, ഈ രണ്ട് വെക്ടേഴ്സിനും രണ്ട് പ്രത്യേകതകളുണ്ട്. എന്താണെന്നൊന്ന് പറയാമോ? അതെ, വെക്ടർ എയുടെ അതേ വലിപ്പം തന്നെയാണ് വെക്ടർ ബിക്കും. ഇനി അതിന്റെ ഡയറക്ഷൻ നിങ്ങളൊന്ന് നോക്കിക്കേ. വെക്ടർ എയും വെക്ടർ ബിയും ഒരേ ഡയറക്ഷനിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ ഈക്വൽ വെക്ടേഴ്സ്. അപ്പോൾ എന്തായിരിക്കും ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്? യെസ്, ഇറ്റ്സ് കറക്റ്റ്. Two vectors are said to be equal if they have the same magnitude and same direction. അതിന്റെ വലിപ്പവും ദിശയും തുല്യമാണ്, സെയിം ആണ് എങ്കിൽ we can say that the vectors are equal. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയാം. വെക്ടർ എ ഈക്വൽ ടു വെക്ടർ ബി. പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് രണ്ട് വെക്ടേഴ്സ് കൊടുക്കും, അത് ഈക്വൽ ആണോ അല്ലയോ എന്ന് നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യണം. ഇപ്പൊ ഇതാണ് പിക്ചറൊക്കെ നിങ്ങൾക്ക് എന്ത് പറയാം? ദീസ് ടു വെക്ടേഴ്സ് ആർ ഈക്വൽ. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ലെറ്റ് ദിസ് ബി വെക്ടർ പി ആൻഡ് ലെറ്റ് ദിസ് ബി വെക്ടർ ക്യൂ. ഈ രണ്ട് വെക്ടേഴ്സ് നിങ്ങൾ നോക്കിക്കേ. ആർ ദേ ഈക്വൽ വെക്ടേഴ്സ്? ആലോചിച്ച് പറയണം. ഡയറക്ഷൻ സെയിം ആണ് അല്ലേ? ഡയറക്ഷൻ സെയിം ആണോ? മാഗ്നിറ്റ്യൂഡ് സെയിം ആണോ? മാഗ്നിറ്റ്യൂഡ് സെയിം ആണോ നമ്മൾ എങ്ങനെയാ നോക്കുന്നത്? അതിന്റെ വലിപ്പം തുല്യമാണോ എന്ന് നോക്കിയാൽ മതി. ഒരേ നീളമാണോ? ഇവിടെ രണ്ടുപേർക്കും ഒരേ നീളം അല്ലല്ലേ, ഡിഫറെന്റ് ആണ്. അതുപോലെ ഡയറക്ഷൻ ആണെങ്കിലും വ്യത്യസ്തമാണ്. ഒരേ ദിശയിലേക്കല്ല രണ്ടും ഇരിക്കുന്നത് അല്ലെ. സൈഡല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ദിശയാണ്, ഡയറക്ഷൻ ആണ്. ഒരേ ദിശയല്ല, രണ്ടിന് വ്യത്യസ്തമായ ദിശ, അതിന്റെ ആംഗിൾ വ്യത്യാസമുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഹിയർ ദ ടു വെക്ടേഴ്സ് വെക്ടർ പി ആൻഡ് വെക്ടർ ക്യൂ ആർ നോട്ട് ഈക്വൽ. രണ്ടും ഈക്വൽ അല്ല. വെക്ടർ പി നോട്ട് ഈക്വൽ ടു വെക്ടർ ക്യൂ. ക്ലിയർ ആണല്ലോ? ഇവിടെ ഈ രണ്ട് പിക്ചേഴ്സിൽ നിന്നും വെക്ടർ എയും ബിയും ഈക്വൽ ആണ് എന്നും വെക്ടർ പി ആൻഡ് വെക്ടർ ക്യൂ ആർ നോട്ട് ഈക്വൽ എന്നും നമുക്ക് അനുമാനിക്കാം. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? Next topic is null vector. A vector with zero magnitude and arbitrary direction is called a null vector. അതായത് നമുക്ക് തന്നിരിക്കുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് അഥവാ അതിന്റെ വലിപ്പം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വി ഡോണ്ട് ഹാവ് ടു സ്പെസിഫൈ ഇറ്റ്സ് ഡയറക്ഷൻ അല്ലെ. അതുകൊണ്ടാണ് ആർബിട്രറി ഡയറക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് ഇല്ല എങ്കിൽ പിന്നെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്ത് പറയാം? ഇറ്റ് ഈസ് എ നൾ വെക്ടർ. നൾ വെക്ടർ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? സീറോ വെക്ടർ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സീറോ വെക്ടർ. ആൻഡ് ദ സീറോ വെക്ടർ ഇസ് റെപ്രസെന്റഡ് ആസ് 0 with a vector sign about. ക്ലിയർ ആണല്ലോ? ഇനി അതിന് രണ്ട് ഉദാഹരണങ്ങളാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ സ്റ്റേഷനറി ഒബ്ജെക്ട് അല്ലെ. സമയത്തിനനുസരിച്ച് വസ്തുവിന്റെ ചലനം സംഭവിക്കുന്നില്ല, സ്ഥാനമാറ്റം ഉണ്ടാകുന്നില്ല, സ്ഥാനാന്തരത്തെ കുറിച്ചാണ് പറയുന്നത്. സോ സ്റ്റേഷനറി ആയിരിക്കുന്ന ഒരു വസ്തുവിന്റെ ഡിസ്പ്ലേസ്മെന്റ് അതെന്തിനു തുല്യമായിരിക്കും? ഒരു നൾ വെക്ടർ ആയിരിക്കും. അതുപോലെ വെലോസിറ്റി ഓഫ് എ സ്റ്റേഷനറി ഒബ്ജെക്ട്. അപ്പോൾ ഇത് രണ്ടും നൾ വെക്ടറിന് ഉദാഹരണങ്ങളാണ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? നമുക്കിനി നൾ വെക്ടറിന്റെ 3 പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് നോക്കാം. ഓക്കെ, എന്താണ് കാണുന്നത്? പ്രോപ്പർട്ടീസ് ഓഫ് നൾ വെക്ടർ. ആദ്യത്തേത് വെക്ടർ എ എന്ന് പറയുന്ന ഒരു വെക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. വി ആഡ് ഇറ്റ് വിത്ത് നൾ വെക്ടർ. അപ്പോൾ വെക്ടർ എ പ്ലസ് വെക്ടർ 0 എന്തായിരിക്കും എൻ്റെ ആൻസർ? ഷുവർലി ഇറ്റ് വിൽ ബി വെക്ടർ എ. ജസ്റ്റ് ഓർത്തിരിക്കുക. മറ്റൊരെണ്ണം, നമുക്ക് ഒരു കോൺസ്റ്റന്റ് വാല്യൂ അറിയാം. ലെറ്റ് ഇറ്റ് ബി ലാംഡ. ഓക്കെ, ദാറ്റ് വാല്യൂ ഇൻടു വെക്ടർ 0. നൾ വെക്ടറിന്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് നൾ വെക്ടർ. ഓൾസോ വെക്ടർ എ ഇൻടു നൾ വെക്ടർ വിൽ ഗിവ് യു ദ നൾ വെക്ടർ. These are the 3 main properties of null vector. Just മനസ്സിലാക്കുക,
എന്താണ് കൺസെപ്റ്റ് എന്നും ജസ്റ്റ് ആ 3 പ്രോപ്പർട്ടീസും ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയുന്നത്. സീറോ മാഗ്നിറ്റ്യൂഡ് ആണ്, അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയേണ്ട ആവശ്യമില്ല എങ്കിൽ ഇറ്റ് വിൽ ബി എ നൾ വെക്റ്റർ ഓർ വി ക്യാൻ സേ ഇറ്റ് ആസ് സീറോ വെക്റ്റേഴ്സ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്റ്റേഴ്സ് ബൈ റിയൽ നമ്പേഴ്സ്. എങ്ങനെയാണ് വെക്റ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. രേഖീയ സംഖ്യകളുമായുള്ള സദിശകളുടെ ഗുണനം. അതിന്റെ ഒരു ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ കാണാൻ പോകുന്നത്, ഇഫ് എ വെക്റ്റർ എ is multiplied by a positive real number. പോസിറ്റീവ് റിയൽ നമ്പർ ആയിട്ടാണ് ഒരു വെക്റ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഏത് പോസിറ്റീവ് നമ്പർ ആയിട്ടാണ് നമ്മൾ വെക്റ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഒരു ഉദാഹരണം ഇവിടെ നമ്മൾ 2 ആണ് എടുത്തിരിക്കുന്നത്. വെക്റ്റർ എ 2നോടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ 2 ടൈംസ് ബിഗർ ആയിട്ടുള്ള വെക്റ്റർ ആയിരിക്കും റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്നത്. അതുപോലെ ഡയറക്ഷനും എന്ത് തന്നെയായിരിക്കും, വെക്റ്റർ എയുടെ അതേ ഡയറക്ഷൻ ആയിരിക്കും. നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്കിവിടെ ഒരു വെക്റ്റർ വന്നിട്ടുണ്ട്. ഇതാണ് വെക്റ്റർ എന്ന് പറയുന്നത്. വെക്റ്റർ എ ആണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലെ. ദിസ് ഇസ് വെക്റ്റർ എ. അതിന് നമ്മൾ നെയിം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 എന്ന് പറയുന്ന റിയൽ നമ്പർ ആയിട്ട് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടാൻ പോകുന്ന വെക്റ്റർ ഒന്ന് നോക്കിക്കേ. എ എത്ര വലിപ്പമുണ്ട്? ഫോർ എക്സാമ്പിൾ അതിനൊരു 5 സെന്റിമീറ്റർ ആണെങ്കിൽ 2a എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 10 സെന്റിമീറ്റർ ആയിരിക്കും വലിപ്പം. കാരണം 5 × 2. അതുപോലെ അതിന്റെ ദിശ എന്ന് പറയുന്നത് അതേ ദിശ തന്നെയായിരിക്കും, സെയിം ഡയറക്ഷൻ തന്നെ ആയിരിക്കും. കാരണം എന്താണ്, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത് ഒരു പോസിറ്റീവ് റിയൽ നമ്പറിനോട് ആയതുകൊണ്ടാണ് ആ ദിശ സെയിം ആയിട്ട് വന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? സോ if a vector A is multiplied by a positive real number, for example 2, the resultant will be 2 times bigger than vector A. Vector A യുടെ 2 times bigger ആയിട്ടുള്ള റിസൾട്ടന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. So the resultant will be 2 times vector A. അല്ലേ? അതാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. അതിന്റെ വലിപ്പം വെക്റ്റർ എയുടെ ഇരട്ടി ആയിരിക്കും, പക്ഷെ ദിശയ്ക്ക് ഡയറക്ഷന് യാതൊരു വിധത്തിലുള്ള മാറ്റവുമില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. അതായത് നമുക്കൊരു വെക്റ്റർ ഉണ്ട്, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഒരു നെഗറ്റീവ് റിയൽ നമ്പറിനോടാണ് എങ്കിൽ എന്തായിരിക്കും റിസൾട്ടന്റ് എന്ന്. നിങ്ങൾ ഇവിടെ ഒരു വെക്റ്റർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, വെക്റ്റർ എ തന്നിട്ടുണ്ട്, അതിന് ഡയറക്ഷനും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഈ വെക്റ്ററിനെ -2നോടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും ഇത് റിസൾട്ടന്റ്? ഇവിടെ നമുക്ക് വെക്റ്റർ എ ഉണ്ട്, വി ആർ മൾട്ടിപ്ലൈയിങ് ഇറ്റ് വിത്ത് -2. അതായത് നമുക്ക് വേണ്ടത് എന്താണ്? അപ്പോ വെക്റ്റർ എ ഇൻറ്റു -2 ആണ് അല്ലേ. അപ്പോ നമ്മൾ ആദ്യമേ ആ റിയൽ നമ്പർ നോക്ക്, 2 ആണ്. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ടന്റ് വെക്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 2 ടൈംസ് ദാറ്റ് ഓഫ് വെക്റ്റർ എ. വെക്റ്റർ എയുടെ 2 ഇരട്ടിയുള്ള ഒരു പുതിയ വെക്റ്ററാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി അതിന്റെ ദിശ എങ്ങനെയായിരിക്കും? നെഗറ്റീവ് നമ്പറിനോടാണ് നമ്മൾ എന്ത് ചെയ്തത്? മൾട്ടിപ്ലൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ ദിശ എയിൽ നിന്നും വിപരീതമായിട്ടായിരിക്കും. അതായത് ഇവിടെ നമുക്ക് എയുടെ ദിശ നമ്മൾ റൈറ്റിലേക്കാണ് കാണിച്ചിരിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ -2a ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് വെക്റ്റർ എ. നമ്മൾ സിമ്പിൾ എടുക്കുമ്പോൾ സെയിം ഡയറക്ഷൻ കാണിക്കും, പക്ഷെ നമ്മളത് വരച്ചു കാണിക്കുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ് അല്ലെ. പക്ഷേ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? 2 ടൈംസ് എ ആണ്. എ 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു വെക്ടറാണ് വരാൻ പോകുന്നത്, പക്ഷേ ഡയറക്ഷൻ മാത്രം ഓപ്പോസിറ്റ് ആയിരിക്കും. കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? അപ്പൊ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് റിയൽ നമ്പർ ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരേ ദിശയും മാഗ്നിറ്റ്യൂഡ് അത്രയും ടൈംസ് കൂടും. ഇനി ഒരു വെക്ടറിനെ നമ്മൾ ഒരു നെഗറ്റീവ് റിയൽ നമ്പർ ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ആ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ആകും, പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ 2 കാര്യങ്ങളും നന്നായി തന്നെ ഓർത്ത് വെക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇത് പ്രോബ്ലംസ് ചെയ്യാനും യൂസ്ഫുൾ ആയിരിക്കും. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ് നമ്മൾ കാണാൻ പോകുന്ന ഗ്രാഫിക്കൽ മെത്തേഡ് ആണ് കേട്ടോ. ആദ്യം എങ്ങനെയാണ് വെക്ടേഴ്സ് ആഡ് ചെയ്യുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അഡീഷൻ ഓഫ് വെക്ടേഴ്സ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അതിൽ തന്നെ 2 കണ്ടീഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 2 വെക്ടേഴ്സ് ഒരേ ഡയറക്ഷനിലാണ് എങ്കിൽ അവരെ എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് നമുക്കത് നോക്കിയാലോ. When 2 vectors are acting in the same direction,
You can see an example here. We have vector A plus vector B. രണ്ട് വെക്ടേഴ്സ് ഉണ്ട് അല്ലേ? ഈ രണ്ട് വെക്ടേഴ്സ് നിങ്ങളൊന്ന് ശരിക്കും നോക്കിക്കേ. എന്തെങ്കിലും വ്യത്യാസം ഇവർക്കുണ്ടോ? എന്താണ് വ്യത്യാസം? അവരുടെ മാഗ്നിറ്റ്യൂഡ് ഡിഫറെന്റ് ആണ് അല്ലേ? എയുടെ മാഗ്നിറ്റ്യൂഡ് കുറവും ബിയുടെ മാഗ്നിറ്റ്യൂഡ് അതിന്റെ വലിപ്പം കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ ആഡ് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്ന റിസൾട്ടന്റ് വെക്ടർ, അതായത് വെക്ടർ ആർ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി ദ സം ഓഫ് ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് വെക്ടർ എ ആൻഡ് ബി. അതായത് എയുടെ വെക്ടറും ബിയുടെ വെക്ടറിന്റെയും കൂടെ മാഗ്നിറ്റ്യൂഡ്, അതിന്റെ വലിപ്പം തമ്മിൽ കൂട്ടുക. ഇതിപ്പോ 2ഉം ഇത് 3ഉം ആണെങ്കിൽ 5 ആവുമല്ലോ. അത്രയും ബിഗ്ഗർ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും വെക്ടർ ആറിനുണ്ടാവുക. ഇനി ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? നമുക്ക് കൺഫ്യൂഷന്റെ ആവശ്യമില്ല, കാരണം എയും ബിയും ഒരേ ഡയറക്ഷനിലേക്കല്ലേ. അതുകൊണ്ട് തന്നെ അവരുടെ സം എന്ന് പറയുമ്പോൾ റിസൾട്ടന്റ് ആയിട്ടുള്ള വെക്ടർ ആറിനും സെയിം ഡയറക്ഷൻ തന്നെയായിരിക്കും. ഓക്കെ, സോ this is how we add vector A and B if they are in the same direction. Okay, just magnitudes മാത്രം ആഡ് ചെയ്യുക, സെയിം ഡയറക്ഷൻ തന്നെ റിസൾട്ടിനും കൊടുക്കുക. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ രണ്ട് വ്യത്യസ്ത ദിശകളിലാണ് വസ്തുക്കളെങ്കിൽ നമ്മൾ എങ്ങനെയാ വെക്ടേഴ്സിനെ ആഡ് ചെയ്യും നോക്കാം. സോ ഇവിടെ ഈ രണ്ട് വെക്ടേഴ്സിന്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് അല്ലേ? You can see two vectors here. Vector A ക്ക് bigger magnitude ആണ്, vector B is having smaller magnitude. വലിപ്പം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ അഡീഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഡയറക്ഷൻ ഓപ്പോസിറ്റും ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ രണ്ട് വ്യത്യസ്തമായ ദിശകളിലാണ് ഇവരുടെ ഡയറക്ഷൻസ്. അതുകൊണ്ട് റിസൾട്ടന്റ് വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ രണ്ട് വെക്ടേഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എ ആണ് ബിഗർ. അപ്പൊ എയുടെ വലിപ്പത്തിൽ നിന്ന് ഈ ബിയുടെ വലിപ്പം എത്രയാണോ അത് മൈനസ് ചെയ്യുക. ബാക്കി കിട്ടുന്നതാണ് നമ്മുടെ റിസൾട്ടന്റ് ആയിട്ട് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് കിട്ടാൻ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഡയറക്ഷൻ എങ്ങനെയായിരിക്കും മാർക്ക് ചെയ്യുക? രണ്ട് വ്യത്യസ്തമായ ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് വെക്ടേഴ്സിൽ വലിപ്പം കൂടിയ മാഗ്നിറ്റ്യൂഡ് കൂടുതലുള്ള വെക്ടറിൻ്റെതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഈ ഒരു കേസിൽ വെക്ടർ എയ്ക്കാണ് മാഗ്നിറ്റ്യൂഡ് കൂടുതൽ. അതുകൊണ്ട് തന്നെ റിസൾട്ടന്റ് വെക്ടറിനും എയുടെ അതേ ഡയറക്ഷൻ ആയിരിക്കും. ഇവിടെ നമുക്ക് നോക്കി കാണാം, എ ഈസ് ഡയറക്റ്റ് ടുവേർഡ്സ് റൈറ്റ് അല്ലെ? അതുകൊണ്ട് തന്നെ എന്താണ് റിസൾട്ടന്റ് വെക്ടറും റൈറ്റിലേക്ക് തന്നെയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? സോ ഇവിടെ നമ്മൾ കണ്ടത് രണ്ട് വെക്ടേഴ്സ് വ്യത്യസ്ത ദിശകളിലാണെങ്കിൽ എങ്ങനെയാണ് അവരുടെ അഡീഷൻ ചെയ്യേണ്ടത് എന്നാണ്. കൺസെപ്റ്റ് മനസ്സിലായില്ലേ? Now let's learn about subtraction of vectors. അഡീഷൻ നന്നായിട്ട് മനസ്സിലായല്ലോ. അപ്പൊ എങ്ങനെയാണ് രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വാല്യൂ കണ്ടുപിടിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. Subtraction of vector B from vector A is defined as the sum of A and minus B. വെക്ടർ എയും മൈനസ് ബിയുടെ വെക്ടറും കൂടി നമ്മൾ എന്ത് ചെയ്യണം? സം ചെയ്യണം എന്നാ പറയുന്നത്. നമുക്കത് എക്സാമ്പിൾ വെച്ചൊന്ന് നോക്കാം. We have two vectors. Consider vector A and vector B. Okay, അപ്പോ ഇതിനെ നമുക്ക് ബിയെ ഏത് സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ബിയുടെ ഡയറക്ഷൻ നമ്മൾ റിവേഴ്സ് ചെയ്യണം. അപ്പോ ബിയുടെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിട്ട് മാറും? You will get like this, right? Minus vector B. അതിന്റെ ഡയറക്ഷൻ മാറി. ക്ലിയർ ആയില്ലേ? So how do we subtract? To subtract vector B from vector A, that means vector A minus vector B is equal to the sum of A and minus B. അതായത് വെക്ടർ എയും മൈനസ് വെക്ടർ ബിയും തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്യേണ്ടത്. നമുക്കതൊന്ന് പിക്ചറൈസ് ചെയ്ത് നോക്കാം. നമുക്കറിയാം, ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്യും. വെക്ടർ അഡീഷൻ വെച്ച് അല്ലെ? ട്രയാങ്കുലർ ലോയും യൂസ് ചെയ്യാം, പാരലോഗ്രാം ലോയും നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ അപ്കമിങ് സ്ലൈഡ്സിൽ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അത് പ്രകാരം നമുക്ക് വെക്ടർ എയും മൈനസ് വെക്ടർ ബിയും അറിയാമെങ്കിൽ ഇതിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടന്റ് വെക്ടർ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം. നമുക്കത് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ആദ്യമേ വെക്ടർ എ ഒന്ന് വരയ്ക്കുക. വി ഹാവ് വെക്ടർ എ ഹിയർ. അതുപോലെ മൈനസ് വെക്ടർ ബി അല്ലെ? വെക്ടർ ബി അല്ല വരയ്ക്കേണ്ടത്, മൈനസ് വെക്ടർ ബി. അതിന്റെ സമ്മാണ് നമുക്ക് ഇതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് അല്ലെ? ഉത്തരമായിട്ട് വരാൻ പോകുന്നത്. സോ മൈനസ് വെക്ടർ ബി ഇതാണ്, അതാണ് ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ മൈനസ് വെക്ടർ ബിയും നമ്മൾ മാർക്ക് ചെയ്തു.
ഇനി നമുക്ക് വേണ്ടത് എന്താണ്? റിസൾട്ടന്റ് വെക്ടർ ആണ് നമുക്ക് വേണ്ടത് അല്ലേ? ഇതിന്റെ റിസൾട്ടന്റ്. സോ ഏതായിരിക്കും റിസൾട്ടന്റ് വെക്ടർ? യെസ്, the third side, this will be the resultant vector. ആ റിസൾട്ടന്റ് വെക്ടർ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിച്ചത്? By using the formula vector A minus vector B is equal to vector A plus minus vector B. അതാണ് ഈ റിസൾട്ടന്റ് വെക്ടർ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ വെക്ടർ എ പ്ലസ് മൈനസ് വെക്ടർ ബി എന്ന് പറയുന്നതാണ് വെക്ടർ ആർ, നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ. ക്ലിയർ ആണല്ലോ? അപ്പൊ സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഏതാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നോക്കുക. അതിന് നമ്മൾ ഡയറക്ഷൻ മാറ്റി നെഗറ്റീവ് ആക്കി കൊടുക്കുക. അതിനുശേഷം മാഗ്നിറ്റ്യൂഡ്സ് കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ലോ, വെക്ടർ അഡീഷണൽ ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് അതിന്റെ ഫൈനൽ റിസൾട്ടന്റിലേക്ക് എത്തുക. ദിസ് ഈസ് ഹൗ വി ഡു സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ്. ഇറ്റ്സ് ക്ലിയർ, റൈറ്റ്? മൂവിംഗ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, റെസല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്, അതായത് സദിശകളുടെ വിഘടനം. ഇതൊരു പുതിയൊരു അധ്യായമാണ്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് വെക്ടേഴ്സിനെ റിസോൾവ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, അതുപോലെ കുറച്ച് കോംപ്ലെക്സ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് യൂണിറ്റ് വെക്ടർ. നിങ്ങൾ പല സ്ഥലങ്ങളിലും അല്ലെ പല അവസരങ്ങളും ഈ ഒരു ടേം കേട്ട് കാണും, യൂണിറ്റ് വെക്ടർ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? A unit vector is a vector which we will get when a vector is divided by its magnitude. ഒരു വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറസ്പോണ്ടിങ് ആയ യൂണിറ്റ് വെക്ടർ കിട്ടുന്നത്. ഒരു ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് എയുടെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. നമ്മൾ യൂണിറ്റ് വെക്ടർ എപ്പോഴും കാണിക്കുന്നത് ക്യാപ്പ് ഉപയോഗിച്ചിട്ടാണ്. സോ ഇതാണ് യൂണിറ്റ് വെക്ടർ എ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ എ ക്യാപ്പ്. സോ എങ്ങനെയാ അത് കണ്ടുപിടിക്കുക? യെസ്, ഇവിടെ പറയുന്നുണ്ട് ആ വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക അല്ലെ? സോ എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് എ എന്നും പറയും. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ നമ്മൾ മോഡുലസ് എ എന്നും പറയും. ഈ മാഗ്നിറ്റ്യൂഡിൽ ഇട്ട് കഴിയുമ്പോഴേക്കും എന്ത് വരും? നെഗറ്റീവ് സൈൻ ഒക്കെ പോകും അല്ലെ? സോ യൂണിറ്റ് വെക്ടർ എയുടെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എ ക്യാപ്പ് എന്നാണ്. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു ദ വെക്ടർ ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഏത് വെക്ടറിന്റെയും യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ആ വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദിസ് ഇസ് ഹൗ വി റെപ്രസെന്റ് എ യൂണിറ്റ് വെക്ടർ. ഓക്കെ, നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്ന എ ക്യാപ്പ് ആണ്. കൺസെപ്റ്റ് മനസ്സിലായല്ലോ? അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന. യൂണിറ്റ് വെക്ടർ നമുക്കറിയാം അല്ലെ? അപ്പൊ എന്തായിരിക്കും ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടർ? ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് പറയാം, ഇവിടെ നമുക്ക് 3 ഡയറക്ഷൻസ് ഉണ്ട്. എക്സ് ഡയറക്ഷനിലുള്ള ഈ ഒരു യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നതാണ് ഐ ക്യാപ്പ് വെച്ചിട്ട്. അതുപോലെ നിങ്ങൾക്ക് വൈ ആക്സിസ് കാണാം അല്ലെ? വൈ ആക്സിസിൽ നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന യൂണിറ്റ് വെക്ടർ ആണ് ജെ ക്യാപ്പ്. അതുപോലെ ഇസഡ് ഡയറക്ഷനിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന യൂണിറ്റ് വെക്ടർ ആണ് കെ ക്യാപ്പ്. അങ്ങനെയെങ്കിൽ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് ആണ് ഇവിടെ ഐയും ജെയും കെയും അല്ലെ? വി ഹാവ് 3 orthogonal unit vectors here, vector I, vector J and vector K. So their magnitude will be equal to 1. That means magnitude of vector I cap will be equal to magnitude of J cap will be equal to the magnitude of K cap and it will be 1. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് അല്ലെ? ഈ ഓർത്തോഗണൽ വെക്ടേഴ്സ് അവർക്ക് അതിന്റെ വാല്യൂ 1 ആണ്. ഓക്കെ, സോ ഹിയർ ഈ 3 ആക്സിസ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എക്സ് വൈ ഇസഡ് ആക്സിസിൽ ഐ ജെ ആൻഡ് കെ ആർ ദ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് ആൻഡ് വി വിൽ ഗെറ്റ് ദിസ് റിലേഷൻ മോഡുലസ് ഐ is equal to modulus j is equal to modulus k which is equal to 1 unity. അപ്പോൾ എന്താണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് മനസ്സിലായില്ലേ? ഇനി ഒരിക്കലും നിങ്ങളിത് മറന്നു പോകരുത്.
എക്സാമിന് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. റെസൊല്യൂഷൻ ഓഫ് വെക്റ്റർ ഇൻടു റെക്ടാങ്കുലർ കമ്പോണൻസ്. So to resolve a vector into rectangular components, here the vectors അല്ലെ അവിടുത്തെ components എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? They are in mutually perpendicular directions. Okay, നമുക്കപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഫിഗർ വെച്ച് നോക്കാം. Here consider a vector A which lies in XY plane. XY പ്ലെയിനിലുള്ള വെക്റ്റർ ആണ് വെക്റ്റർ എ എന്ന് കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാല്ലേ, ബ്ലൂ ലൈൻ വെച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ ടു റിസോൾവ് വെക്റ്റർ എ ഇൻടു ഇറ്റ്സ് കമ്പോണൻസ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ ഹെഡിൽ നിന്നും യു ഡ്രോ ദ ലൈൻസ് എങ്ങോട്ടേക്കാണ്? വിച്ച് ആർ പെർപെൻഡിക്കുലർ ടു ദ കോർഡിനേറ്റ് ആക്സിസ്. കോർഡിനേറ്റ് ആക്സിസ് ആയിട്ടുള്ള എക്സിനും വൈക്കും ഈ രണ്ട് ആക്സിസിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ ഹെഡിൽ നിന്നും ലൈൻസ് വരയ്ക്കുക. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോയിന്റ് ഇവിടെ വരും അല്ലെ. നമുക്കത് AXI എന്നും വൈ കോർഡിനേറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യുന്ന ആ പോയിന്റ് AYJ എന്നും കിട്ടും. J ക്യാപ്പ് എന്നും കിട്ടും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ മാർക്ക് ചെയ്യാനായിട്ട്. സോ ഇവിടെ O എന്ന് പറഞ്ഞ ഒറിജിൻ ആണ്, അത് നിങ്ങൾക്ക് അറിയാം. സോ ഈ ഒരു പിക്ചർ അനലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം AX എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റെപ്രസെന്റ്സ് ദ എക്സ് കമ്പോണന്റ് ഓഫ് ദ വെക്റ്റർ ആൻഡ് AY റെപ്രസെന്റ്സ് ദ Y കമ്പോണന്റ് ഓഫ് ദ വെക്റ്റർ A. സോ ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത് when we resolve these components into when we resolve vector A into its rectangular components നമുക്ക് എന്ത് കിട്ടും? Vector A is equal to AXI plus AYJ. AXI cap plus AYJ cap എന്ന് കിട്ടും അല്ലേ. നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ വെക്ടറിന്റെ സിമ്പലും ക്യാപ്പിന്റെ സിമ്പലും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഓൾറെഡി നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് കേട്ടോ. അപ്പൊ അത് നമ്മളത് വിട്ടുപോയി എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളത് മനസ്സിലാക്കുക, ഓൾറെഡി അത് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത്. ഓക്കെ, സോ വെക്ടർ എ എന്ത് കിട്ടി? ഇസ് ഈക്വൽ ടു ദ സം ഓഫ് AXI ആൻഡ് AYJ എന്ന് കിട്ടി അല്ലെ. ഇവിടെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആണ് റെക്ടാങ്കുലർ ഫോമിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ വരുന്നത്. സോ ദിസ് ഇസ് ഹൗ വി ഡു ദ റിസോൾവിംഗ് ഓഫ് എ വെക്ടർ ഇൻടു ഇറ്റ്സ് റെക്ടാങ്കുലർ കമ്പോണൻസ്. ഇനി നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കണം അല്ലേ. നോക്കിയാലോ. അപ്പൊ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്മൾ ഗ്രാഫിൽ നിന്നാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എഴുതാൻ പോകുന്നത് അല്ലേ. സോ നമ്മൾ ഈ ഒരു ഫിഗർ അനലൈസ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് മനസ്സിലായി? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ എന്ന് പറയുന്ന എ വിൽ ബി ഈക്വൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് AX സ്ക്വയർ പ്ലസ് AY സ്ക്വയർ. ഓക്കെ, ഈ ഒരു വാല്യൂ, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ഈ ഒരു ഫിഗറിൽ നിന്ന് ടാൻ തീറ്റ എന്ന. ടാൻ തീറ്റ ഹിയർ നമുക്കറിയാം ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. സോ വി വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് AY ഡിവൈഡഡ് ബൈ AX. So what will be the value of theta? Yes, we will get the value of theta as tan inverse. We will get the value as tan inverse AY divided by AX. This is how we will get the value of theta. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് നമ്മൾ എയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായില്ലേ എല്ലാവർക്കും? ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് സം ഓഫ് ടു വെക്ടേഴ്സ് ഇഫ് ദേ ആർ ഐദർ ഇൻ സെയിം ഡയറക്ഷൻ ഓർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നുള്ള കൺസെപ്റ്റുകളാണ് അല്ലെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് വെക്ടേഴ്സ് ഇഫ് ദേ ആർ ഇൻക്ലൈൻഡ് ടു ഈച്ച് അതർ, ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് ദെയർ സം? എങ്ങനെയാണ് സം കണ്ടുപിടിക്കുക എന്നാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. When the two vectors are inclined to each other, the sum of the two vectors can be obtained by two different methods. അത് നമുക്ക് രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്? ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. സെക്കൻഡ് വൺ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. നമുക്ക് എന്താണ് ട്രയാങ്കിൾ ലോ എന്നും പാരലലോഗ്രാം ലോ എന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ടേ?
നമുക്ക് നോക്കാം. So let's start with the first law, that is triangle law of vector addition. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആദ്യം നോക്കാം. The law states that if two vectors can be represented in magnitude and direction by the two sides of a triangle taken in the same order, then the resultant is represented in magnitude and direction by the third side of the triangle taken in the reverse order. മനസ്സിലായോ? നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ കാണാം അല്ലേ? സോ ഒ എന്ന് പറയുന്നതാണ് ഒറിജിൻ. നമ്മൾ ഒയിൽ നിന്നും പിയിലേക്ക് ഒരു പൊസിഷൻ വെക്ടർ കൺസിഡർ ചെയ്യുവാണ്. അതാണ് വെക്ടർ എ, നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ പിയിൽ നിന്നും ക്യൂയിലേക്കുള്ള അടുത്തൊരു വെക്ടർ ആണ് എന്ത്? വെക്ടർ ബി. സോ ആസ് പെർ ട്രയാങ്കിൾ ലോ നമുക്കിവിടെ ട്രയാങ്കിളിന് രണ്ട് വശങ്ങളാണ്, രണ്ട് പൊസിഷൻ വെക്ടേഴ്സ് ആയിട്ടുള്ള എയും ബിയും. അവർ പറഞ്ഞൊരു കണ്ടീഷൻ കൂടിയുണ്ട്, ദേ ഷുഡ് ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ടേക്കൺ ഇൻ ദ സെയിം ഓർഡർ. രണ്ട് എയ്ക്കും ബിക്കും ഒരേ വലിപ്പമാണ് അല്ലെ, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, അതുപോലെ ഡയറക്ഷനും സെയിം തന്നെ അല്ലേ? ആണ്. സോ അങ്ങനെയാണ് എങ്കിൽ ഇഫ് എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സിന് സെയിം മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒരേ ഓർഡർ ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ അവരുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. യെസ്, ദ റിസൾട്ടന്റ് ആർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി, അതിന്റെ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് ഷോൺ ബൈ ദ തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ അല്ലെ? ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ വശമായിരിക്കും അതിന്റെ റിസൾട്ടന്റ് കാണിക്കുക. ഇനി ആ റിസൾട്ടന്റിന്റെ പ്രത്യേകത എന്തായിരിക്കും? It will have the magnitude and direction of the third side of the triangle taken in the reverse order അല്ലേ? അപ്പൊ അതുകൊണ്ട് അതിന്റെ ഓർഡർ എന്തായിരിക്കും? ജസ്റ്റ് റിവേഴ്സ് ആവും. അപ്പൊ നോക്കൂ, എക്ക് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ബി ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തേക്കുന്നു. അപ്പൊ ശരിക്കും എങ്ങനെയാ? തേർഡ് സൈഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാ വരേണ്ടത്, ബട്ട് ഇറ്റ് ഈസ് റിവേഴ്സ്ഡ് അല്ലെ? അപ്പൊ റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? വെക്ടർ ആർ എന്ന് പറയുന്നത് it gives the sum of a and b. a and b vector sum ആണ് നമ്മളിവിടെ കാണിച്ചത് വെക്ടർ r അല്ലേ? so it is having magnitude and direction of the third side of the triangle taken in the reverse order. കൺസെപ്റ്റ് മനസ്സിലായല്ലോ? സോ ഇപ്പോൾ നമ്മൾ കണ്ടതാണ് എന്ത്? ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. നമ്മൾ ഇനി കാണാൻ പോകുന്നതാണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പാരലോഗ്രാം ലോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ആസ് പെർ ദ സ്റ്റേറ്റ്മെന്റ്, ഇഫ് ടു വെക്ടേഴ്സ് ആക്ടിംഗ് അറ്റ് എ പോയിന്റ് can be represented in magnitude and direction by the two adjacent sides of a parallelogram, the diagonal of the parallelogram through that point, diagonal of the parallelogram through that point represents the resultant vector. നമ്മൾ ട്രയാങ്കിൾ ലോ പറഞ്ഞപ്പോ ഫസ്റ്റ് രണ്ട് സൈഡ്സിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആണ്, ഒരേ ഓർഡർ ആണെങ്കിൽ റിസൾട്ടിന് എന്തായിരിക്കും? സെയിം മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ആഡ് ചെയ്തെടുക്കുക വെക്ടേഴ്സിന്റെ, എന്നിട്ട് എന്തായിരിക്കും? ഓർഡർ റിവേഴ്സ് ചെയ്യണം അല്ലെ? പാരലോഗ്രാം ലോ പറയുന്നത് എന്താണ്? ഒരു പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന, ഒ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് വെക്ടേഴ്സ് ആയിട്ട് നമ്മൾ വെക്ടർ എയും വെക്ടർ ബിയെയും കൺസിഡർ ചെയ്താൽ അതിന്റെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, ഇറ്റ് വിൽ ബി ദ ഡയഗണൽ അല്ലേ? ഈ ഒരു പാരലോഗത്തിന് ഡയഗണൽ എന്ന് പറയുന്നതായിരിക്കും. അതാണ് റിസൾട്ടന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ റിസൾട്ടന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ, ഈ ബ്ലൂ ലൈൻ ആണ്. ശരിക്കും ഈ ഒരു പാരലോഗ്രത്തിന്റെ ഡയഗണൽ ആയിട്ടാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത് അല്ലെ? സോ ഒന്നുകൂടി മിസ് പറയാം, ഓ ആണ് നമ്മുടെ ഇവിടെ ഒറിജിൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓയിൽ നിന്നും പിയിലേക്കുള്ളൊരു പൊസിഷൻ വെക്ടർ ആണ് എ, ഓയിൽ നിന്നും ക്യൂയിലേക്കുള്ള പൊസിഷൻ വെക്ടർ ആണ് ബി. സോ എ ആൻഡ് ബി ആർ ദ ടു അഡ്ജസന്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം അല്ലെ? അടുത്തടുത്ത രണ്ട് വശങ്ങളാണ് പാരലോഗ്രത്തിന്റെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സം ചെയ്യണം അല്ലെ? ആഡ് ചെയ്യണം. പക്ഷെ അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇറ്റ് വിൽ ബി ഷോൺ ബൈ ദ ഡയഗണൽ ഓഫ് ദ പാരലോഗ്രാം. അപ്പൊ നമ്മൾ ഡയഗണൽ വരയ്ക്കുന്നു, നമ്മൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കുക, ആ പോയിന്റിലായിരിക്കും റിസൾട്ടന്റ് എന്ന് പറഞ്ഞത്. സോ ഇവിടെ വെക്ടർ ആർ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ഇറ്റ് ഈസ് ദ സം ഓഫ് വെക്ടർ എ ആൻഡ് ബി. ക്ലിയർ ആണല്ലോ? ദിസ് ഇസ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. സോ നമ്മൾ രണ്ട് ലോസും കണ്ടു കഴിഞ്ഞു അല്ലെ? വെക്ടർ അഡീഷന്റെ രണ്ട് ലോസ് കണ്ടു, ട്രയാങ്കിൾ ലോയും പാരലോഗ്രാം ലോയും.
നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഇതിൽ ഏത് ലോ നമ്മൾ അപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് തന്നെ എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ? ട്രയാങ്കിൾ ലോ വെച്ച് നമ്മൾ റിസൾട്ട് കണ്ടുപിടിച്ചാലും പാരലോഗ്രാം ലോ വെച്ച് കണ്ടുപിടിച്ചാലും കിട്ടാൻ പോകുന്ന റിസൾട്ട് തന്നെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സമ്മ സെയിം ആയിരിക്കും. So we can say that triangle law of vector addition and parallelogram law of vector addition are equivalent. Okay അല്ലേ? എല്ലാവർക്കും മനസ്സിലായി അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത കൺസെപ്റ്റിലേക്ക് പോയാലോ?